ഗണപതി വിവാദത്തിൽ മുൻ നിലപാടിൽ മാറ്റം വരുത്തി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. ഗണപതി മിത്താണ് എന്നോ അല്ലാഹു മിത്തല്ല എന്നോ പറഞ്ഞിട്ടില്ല. പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടാക്കിയ കേരളം എന്നതാണ് മിത്തായി ഉദാഹരിച്ചത്. ഗണപതി മിത്താണെന്നും എൻ ഷംസീറും പറഞ്ഞിട്ടില്ല. വാക്കുകൾ വളച്ചൊടിച്ച് വർഗീയ പ്രചാരണത്തിനാണ് ശ്രമിക്കുന്നതെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. സിപിഎം സംസ്ഥാന സെക്രട്ടറി ശനിയാഴ്ച പറഞ്ഞ വാക്കുകളിലേക്കാണ് ആദ്യം, ഒപ്പം ഇന്നത്തെ പ്രതികരണത്തിലേക്ക്. ഗണപതി മിത്തല്ലാണ്ട് പിന്നെ ശാസ്ത്ര എന്തോ പുതിയ ഓടി കിട്ടിയ പോലെയാണ് ചോദിച്ചിട്ട് എന്നിട്ട് എഴുതാൻ പുറപ്പെടുന്നത്. ഞങ്ങൾക്ക് ഇവരൊന്നും ഒരു മടിയില്ല സുഹൃത്തെ. മിത്തിനെ ഞാനല്ലേ പറഞ്ഞു, മിത്തായിട്ട് തന്നെ കാണണമെന്ന്. അത് കാണണം, മിത്തായിട്ട് കാണാം. അള്ളാഹു മിത്തുമല്ലാന്നും അതുപോലെ തന്നെ ഗണപതി മിത്താണെന്നും ആര് പറഞ്ഞു പറയുന്നു? ഞാൻ എൻ്റെ പ്രശ്നത്തിലില്ല, സൂക്ഷിച്ച് പരിശോധിച്ച് നോക്കും. അത് മാത്രം, ആ പദം മാത്രമല്ല ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും അള്ളാഹു വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമല്ലേ. ഗണപതി അത് തന്നെയല്ലേ. പിന്നെ ഞങ്ങൾക്ക് എന്തിനാ അതിൻ്റെ മിത്താണെന്ന് പറയേണ്ട കാര്യം? ഷംസീർ പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല, വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. വി അരുൺ ചേരുന്നു. അരുൺ, ക്ലിയർ ആണ്. സിപിഎം സെക്രട്ടറി മാറ്റി പറഞ്ഞു എന്നുള്ളതിൽ എന്താണ് ഇതുകൊണ്ട് സിപിഎം ലക്ഷ്യം വെക്കുന്നത്? പൂർണ്ണമായും മലക്കം മറിഞ്ഞിരിക്കുകയാണ് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി. എന്താണോ വാർത്താ സമ്മേളനം പറഞ്ഞത് അതിൽ നിന്ന് ഘടകവിരുദ്ധമായ നിലപാട്, പറഞ്ഞ കാര്യം പറഞ്ഞില്ല എന്നുകൂടി പറയാനുള്ള ശ്രമമാണെന്ന് എം.വി. ഗോവിന്ദൻ നടത്തിയത്. അതുപോലെ പ്രസ്താവന നടത്തുകയും മാധ്യമങ്ങൾ അത് തെറ്റായി വളച്ചൊടിക്കുകയാണ്, വ്യാഖ്യാനിക്കുകയെന്ന് പറയുകയും ചെയ്യുന്ന തനത് രാഷ്ട്രീയ ശൈലി എം.വി. ഗോവിന്ദനും സ്വീകരിച്ചിരിക്കുന്നു വേണം പറയാൻ. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, നമ്മൾ ഇപ്പോഴും കേട്ടതാണ്, വളരെ വ്യക്തമായി പറഞ്ഞതാണ് ഗണപതി മിത്താണ്, അതിൽ എന്താണ് അഭിപ്രായം, ഞങ്ങളുടെ കൃത്യമായ നിലപാടാണെന്ന് പറഞ്ഞ എം.വി. ഗോവിന്ദൻ ഇപ്പോൾ ഡൽഹിയിലെത്തുമ്പോൾ അത് മാറ്റിപ്പറയുന്നതിന് കാരണം മറ്റൊന്നുമല്ല, ഈ വിവാദം ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ സിപിഎം ആഗ്രഹിക്കുന്നില്ല. വിവാദം എത്രയും അവസാനിക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. സംസ്ഥാനത്ത് ഉയരുന്ന പ്രതിഷേധ ചൂട് സിപിഎം തിരിച്ചറിയുന്നു. NSSന്റെ ശക്തമായ പ്രക്ഷോഭം, BJP NSSനേക്കാൾ ഒരുപടി മുമ്പിൽ ഈ വിഷയത്തിൽ അവർക്ക് പിന്തുണയുമായി മുന്നോട്ടോടുന്നു. അതുപോലെ തന്നെ ഈ UDF ഉൾപ്പെടുന്ന പ്രതിപക്ഷവും ശക്തമായി തന്നെ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ സിപിഎമ്മിനെതിരെ രംഗത്ത് വരാൻ തീരുമാനമെടുത്തിരിക്കുന്നു. നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച തുടങ്ങുകയാണ്. ഈ സാഹചര്യമൊക്കെ തന്നെയാകാം പറഞ്ഞത് മാറ്റി പറയാൻ എം.വി. ഗോവിന്ദനെ നിർബന്ധിതനാക്കിയത്. ശരി, നന്ദി അരുൺ. ഗണപതി വിവാദത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി നിലപാട് മാറ്റിയതോടെ സ്പീക്കർ ഇനി തിരുത്തുകയാണ് വേണ്ടതെന്ന് രമേശ് ചെന്നിത്തല. ഡൽഹിയിൽ എത്തിയപ്പോൾ പാർട്ടി സെക്രട്ടറി മലക്കം മറിഞ്ഞു. സ്പീക്കർ തിരുത്തിയാൽ വിവാദങ്ങൾ അവസാനിക്കും, തിരുത്തിയില്ലെങ്കിൽ എങ്ങനെ പ്രതിഷേധിക്കണമെന്ന കാര്യം കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ മലക്കം മറിഞ്ഞതോടുകൂടി ഇനി സ്പീക്കർ തിരുത്തുക ആണ് ചെയ്യേണ്ടത്. പാർട്ടി സെക്രട്ടറി പറയുന്ന നിലപാട് സ്പീക്കർക്ക് തിരുത്താതിരിക്കാൻ കഴിയില്ല. തിരുവനന്തപുരത്ത് നടന്ന പത്രസമ്മേളനത്തിൽ ഗണപതി മിത്താണ് എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞതാണ്. ഇപ്പോൾ ഡൽഹിയിലെത്തിയപ്പോൾ അദ്ദേഹം നേരെ എബൌട്ട് ടേൺ അടിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ അങ്ങനെ ഗണപതി മിത്താണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ്. അപ്പൊ ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ ഇനി ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ വാദം പുതിയ നിലപാട് മനസ്സിലാക്കിക്കൊണ്ട് സ്പീക്കർ തന്റെ നിലപാട് തിരുത്തിയാൽ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കും. ഷംസീറിന്റെ പരാമർശത്തിലെ സിപിഎമ്മിന്റെ നിലപാട് ധിക്കാരപരമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മതനിന്ദ അടക്കമുള്ള കുറ്റങ്ങളാണ് ഷംസീർ ചെയ്തത്. ക്രിമിനൽ നടപടി പ്രകാരം ഷംസീറിനെതിരെ കേസെടുക്കണമെന്നും ഷംസീർ മാപ്പ് പറയണമെന്നും സുരേന്ദ്രൻ കാസർഗോഡ് പ്രതികരിച്ചു. ഒരിഞ്ച് പോലും പിറകോട്ട് പോവില്ല എന്നുള്ള സിപിഎമ്മിന്റെ നിലപാട് ഒരു സമൂഹത്തിനെതിരെയുള്ള കടുത്ത വെല്ലുവിളിയാണ്. അങ്ങേറ്റം ധിക്കാരപരമായിട്ടുള്ള ഒരു നിലപാടാണ് സിപിഎം ആവർത്തിക്കുന്നത്. ഏറ്റവും മോശമായ ഒരു പരാമർശമാണ് സ്പീക്കർ നടത്തിയിട്ടുള്ളത്. അതൊരു മതത്തെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി മാത്രമായി നടത്തിയ പരാമർശമായിട്ട് മാത്രമേ കണക്കാക്കാനാവൂ. നിയമപരമായി അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ക്രിമിനൽ നടപടി അനുസരിച്ച് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാനാണ് സംസ്ഥാന സർക്കാർ തയ്യാറാവേണ്ടത്.
സ്പീക്കർ എൻ ഷംസീറിന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് നടത്തിയ നാമജപ ഘോഷയാത്രയ്ക്കെതിരെ കേസെടുത്തതിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ NSS. സ്പീക്കറുടെ മിത്ത് പരാമർശത്തിലും നിയമ നടപടി ആലോചിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നടന്ന നാമജപ യാത്രയിൽ കേസെടുത്തതിൽ തുടർ നടപടി എങ്ങനെ വേണമെന്നതിൽ തീരുമാനമെടുക്കുക ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും. NSS വൈസ് പ്രസിഡന്റ് സംഗീത് കുമാറിനെ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തിട്ടുള്ളത്. ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. പുറത്ത് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിനൊപ്പം തന്നെ നിയമപരമായ നടപടികളിലേക്ക് കൂടി മുന്നോട്ട് പോകാൻ NSS തീരുമാനിക്കുകയാണ്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട നിയമവിദഗ്ധരുമായി അദ്ദേഹം ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ കൂടിയാലോചനകൾ നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നാമജപ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെതിരെ വളരെ സാധാരണമായ പ്രതിഷേധ റാലിയാണ് നടത്തിയത്. യാതൊരു അക്രമവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനെതിരെ കേസെടുത്ത് നടപടി അംഗീകരിക്കാനാകില്ല എന്നതാണ് NSS നിലപാട്. ഇത് ഫലത്തിൽ അവർ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്നലെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് നിയമവിദഗ്ധരുമായി കേസിന് സാധ്യതയുണ്ടോ എന്ന് ആലോചിച്ചത്. എന്തായാലും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് NSS എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമാന്തരമായി തന്നെ മറ്റ് പ്രതിഷേധങ്ങളും ഉണ്ടാകും. പ്രത്യേകിച്ച് സംസ്ഥാനത്തൊട്ടാകെ നാമജപ ഘോഷയാത്രകൾ നടത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ NSSന്റെ പരിഗണനയിലുണ്ട്. സർക്കാരിന്റെ മറുപടി എന്താണ്? അതായത് ഷംസീർ വിഷയത്തിൽ ഷംസീറുമായി ബന്ധപ്പെട്ട് ഗണപതി പരാമർശത്തിൽ ഷംസീർ മാപ്പ് പറയണമെന്ന ആവശ്യത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നായിരുന്നു NSS ചോദിച്ചിരുന്നത്. ഇതിന് മറുപടി കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. മറുപടി ഒരുപക്ഷെ കാത്തിരുന്നേക്കാം. അതല്ലെങ്കിൽ അതിനിപ്പുറം തന്നെ ഇതിനകം തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും RSSന്റെ മുതിർന്ന പ്രചാരകൻ സേതുമാധവൻ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ NSS ആസ്ഥാനത്തെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. VHP സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പിയും എത്തിയിരുന്നു. അങ്ങനെ വിവിധ ഹൈന്ദവ സംഘടനകളുമായി ചേർന്ന് യോജിച്ചുള്ള ഒരു പ്രതിഷേധത്തിനായിരിക്കും തുടക്കമുണ്ടാകുക. നേരത്തെ തന്നെ G. സുകുമാരൻ നായർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും ചെയ്തതാണ്. എന്തായാലും ഈ വിഷയത്തിലെല്ലാം ഇന്ന് വൈകുന്നേരത്തോടു കൂടി അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വാർത്താക്കുറിപ്പായി ഇറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.newseighteen.com. പിന്നെ പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരെ പറ്റി ആരാണെന്നും അവിടെ ബാക്ക് റെക്കോർഡ് എന്താണെന്നും അവരിവിടെ വരുമ്പോ അവരുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ വല്ല സത്യമോ കാര്യമോ അതൊന്നും ഇല്ല. അതുകൊണ്ട് വരുന്ന ഒരു സംഗതികളാണിത്. മലപ്പുറം ചേളാരിയിൽ 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മധ്യപ്രദേശ് സ്വദേശിയായ രാം മഹേഷ് ഖുഷിയ എന്ന ബണ്ടിയുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇന്നലെ വൈകിട്ട് ചേളാരിയിലായിരുന്നു അതിക്രമം നടന്നത്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഈ കേസിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എപ്പോഴാണ്? ഇന്നലെ വൈകുന്നേരമാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഇവർ താമസിച്ചിരുന്നത് ചേളാരിയിലാണ്. ഇവരെല്ലാം മധ്യപ്രദേശിൽ നിന്നുള്ളവരാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാർബിൾ ജോലിക്ക് വന്നവരാണ്. ഒരു ക്വാർട്ടേഴ്സിന്റെ വിവിധ ഇടങ്ങളിലാണ് ഇവരെല്ലാം താമസിച്ചിരുന്നത്. ഈ കുട്ടിയുടെ, അതായത് പീഡനത്തിന് ഇരയായ കുട്ടിയുടെ പിതാവിന്റെ സുഹൃത്തു കൂടിയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രതി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമായ വിവരം, ഈ കുട്ടിയെ ഇയാൾ ശീതളപാനീയം കാണിച്ച് പ്രലോഭിപ്പിച്ച് മുറിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതിനുശേഷം ഈ കുട്ടി കരഞ്ഞുകൊണ്ട് വരുന്നത് കണ്ടാണ് രക്ഷിതാക്കൾ ഈ സംഭവം അറിയുന്നതും അന്വേഷിക്കുന്നതും. തുടർന്ന് പോലീസിനെ ഇവർ വിവരമറിയിക്കുകയും പോലീസ് പ്രതിയെ പിടികൂടുകയും ചെയ്തു. ഈ പ്രതിയുടെ മലപ്പുറം ചേളാരിയിൽ 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മധ്യപ്രദേശ് സ്വദേശിയായ രാം മഹേഷ് ഖുഷിയ എന്ന ബണ്ടിയുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇന്നലെ വൈകിട്ട് ചേളാരിയിലായിരുന്നു അതിക്രമം നടന്നത്. ഈ കേസ് എന്താണല്ലേ, കുറെ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മളുടെ ചേളാരി അവിടെ താമസിക്കുന്നുണ്ട്. ഇവർ മാർബിൾ പണിക്കാരാണ്. അവിടെയുള്ള ഒരു 4 വയസ്സുള്ള പെൺകുട്ടിയെ ഈ മാർബിൾ ജോലി ചെയ്യുന്ന വേറൊരു മധ്യപ്രദേശുകാർ സെക്സ്വലി അസാൾട്ട് ചെയ്തു. ആ വിവരം കിട്ടിയ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ
പോലീസ് ആ കുട്ടിയുടെയും അമ്മയുടെയും സ്റ്റേറ്റ്മെന്റ് എടുത്തു. അതിനുള്ള കേസ് രജിസ്റ്റർ ചെയ്തു. അതിലെ പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചെറിയ പെൺകുട്ടിയെ അവരുടെ റൂമിൽ പോയി പെപ്സി കൊടുത്തിട്ടാണ് ഈ കുട്ടിയെ ഇതിനു വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ പാരിതോഷം നൽകി കുട്ടിയെ ഈ ലൈംഗിക വൃത്തിക്ക് വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചു. സെക്ഷലി അസാൾട്ട് ചെയ്തതിൻ്റെയും സെക്ഷന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പോക്സോ CV അനുമോദ് ചേരുന്നു. അനുമോദ്, കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ. ധന്യ, പ്രതിയെ വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും. നേരത്തെ തന്നെ പ്രതിക്കെതിരെ പോക്സോയിലെ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. 4 വയസ്സുള്ള ഈ കുട്ടിയെ ശീതളപാനീയം കാണിച്ച് റൂമിലേക്ക് കൊണ്ടുവന്നാണ് ഇയാൾ പീഡിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഗ്രേവ് ഒഫൻസ് ആയിട്ട് തന്നെയാണ് പോക്സോയിലെ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇയാളുടെ പരിചയത്തിലുള്ള, അതായത് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് ഇയാളെ പരിചയമുണ്ട്. ഇവർ ഒരു കോമ്പൗണ്ടിൽ താമസിക്കുന്നവരാണ്, ഒരു സൗഹൃദത്തിലുള്ളവരാണ്. അത്തരത്തിലുള്ള ഒരാളാണ് ഈ കൊടും ക്രൂരത ഈ 4 വയസ്സുള്ള പെൺകുട്ടിക്കെതിരെ ചെയ്തിരിക്കുന്നത്. ഇയാൾ ലഹരിക്ക് അടിമയാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം അത് അറിയാൻ കഴിയുകയുള്ളൂ. ഒപ്പം തന്നെ മധ്യപ്രദേശ് സ്വദേശിയായ ഇയാൾക്ക് മുൻപ് വല്ല ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തിരുവനങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിശദമായ വിവരങ്ങൾ ശേഖരിക്കുവാൻ നൽകുവാൻ വേണ്ടി തൊഴിലുടമകൾക്കും മറ്റ് കോൺട്രാക്ടർമാർക്കും പോലീസ് ഇതിനോടകം നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട്. 5 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയ ആലുവ മാർക്കറ്റിൽ പോലീസ് സർജൻ പരിശോധന നടത്തി. പരിശോധന അരമണിക്കൂറോളം നീണ്ടു. പ്രതി അസ്ഹാഖിനെതിരെ അന്വേഷണ സംഘം രഹസ്യമൊഴി ശേഖരിക്കും. 6 സാക്ഷികളുടെയും രഹസ്യമൊഴിയാകും അന്വേഷണ സംഘം രേഖപ്പെടുത്തുക. കസ്റ്റഡിയിലുള്ള പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ആലുവയിൽ 5 വയസ്സുകാരി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെടുത്തി അന്യസംസ്ഥാന തൊഴിലാളിയെ ക്രൂരമായി മർദ്ദിച്ചു. കല്ലമ്പലത്താണ് സംഭവം. ബംഗാൾ സ്വദേശി ഫിറോസ് ഷെയ്ഖിനാണ് മർദ്ദനമേറ്റത്. മർദ്ദിക്കുന്ന ദൃശ്യം പകർത്താൻ ശ്രമിച്ച 2 യുവാക്കളെയും ഇവർ മർദ്ദിച്ചു. ശ്യാം, അജയൻ, ആരോമൽ എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചത്. दो आदमी हम देखेगा वो चोरी को क्या मेरा करता है. हम और पहाड़ में नीचे लड़का को वो गांजा पाता है नहीं मिलता. वो लड़का तुम्हारा जोग है ना, नहीं मामा वो नहीं मिलता. वो बोले वो 2 लड़का के बुलेट है नहीं, वो 2 लड़का के धोरे अच्छा मारे गए. नहीं 2 आदमी है. वो बाबा को माँ को वो थाना में अभी आएगा. ഓട്ടം ഒരാൾ വിളിച്ച് വണ്ടിയായിട്ട് ഓട്ടം വരുമ്പോഴത്തേക്കും എൻ്റെ കൊച്ചിനെ റോട്ടിയിട്ട് എൻ്റെ കൊച്ചിനെ മറ്റേ കുട്ടിയെയും കൂടെ ഞാൻ റോട്ടിയിട്ട് അടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ശ്യാമെന്ന് പറഞ്ഞ അവനും മറ്റേ ആരോമൽ എന്ന് പറഞ്ഞ പയ്യനും. പിന്നെ ഈ ബംഗാളി പയ്യനെ ഇടിച്ച് കലക്കിയ ഒരു പോസ്റ്റിൻ്റെ മൂട്ടിൽ ആ ഓടയിൽ അവിടെ കൊണ്ടുവന്ന് ചാരി ഇരുത്തിയേക്കായിരുന്നു. ഇവർ ഇതൊരു സ്ഥിരം പരിപാടിയാണ്. ഈ ശ്യാമിൻ്റെയും ആരോമലിൻ്റെയും സ്ഥിരം പരിപാടിയാണ്. വെള്ളം അടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. ഏത് കുട്ടികൾ അതിൽ വന്നാലും ഇവന്മാർ അടിക്കും. എന്ന് ഇവന്മാർ വെള്ളം അടിക്കും. അവൻ്റെ ആ സിമൻറ്റ് കടയെന്ന് പറയുന്ന ഗോഡൗണാണ് അവന് കള്ളു കുടിക്കാനുള്ള. ഇവന്മാരെല്ലാവരും കൂടെ കുപ്പി എടുത്തുകൊണ്ട് വന്ന് അവിടെ നിന്ന് കുടിക്കും. ആ അരപ്പിത്തീര് അവിടെ ഇരിക്കും. ആര് വന്നാലും വൈകുന്നേരം ആകുമ്പോൾ ഈ പിള്ളേർ സെറ്റുകളാ അതും ജാതി നോക്കി ഇടുപ്പാണ് ജോലി. ഇപ്പോൾ ആ ബംഗാളി ഇപ്പം ഞാൻ ചെന്നില്ലെങ്കിൽ അവന്മാർ അടിച്ച് കൊന്നാനതിനെ. പാവം അവൻ്റെ അവസ്ഥ കാണണം. കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതിലെന്തായാലും ആരോമലിന് തന്ന ഗിഫ്റ്റിൽ എൻ്റെ ഒരു ചെവിയുടെ കേൾവി കുറച്ച് പോയിട്ടുണ്ട്. അതെന്തായാലും ഒരാഴ്ച കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞു ഡോക്ടർ. അത് വാക്സിൻ ഉണ്ട്, വാക്സിൻ റിമൂവ് ആക്കിയിട്ട് വെയിൻ്റെ ആണോ വാക്സിൻ്റെ ആണോ എന്ന് പറയാമെന്ന് പറഞ്ഞു ഡോക്ടർ. സ്വന്തം തരക്കാരടിക്കാതെ കൊച്ചു പിള്ളേരെ എടുത്തിട്ടേ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് അണ്ണാ അത് ഡിലീറ്റ് ചെയ്ത് മേടിച്ച് അത് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ സ്വന്തം തന്തേ കണക്ക് എടുത്തിട്ട് അടിക്കാര്. ഇത് ഇന്നലെ നടന്നു, പക്ഷേ അതിൽ പ്രതികരിച്ചില്ലാരും. ഈ ഒത്തുതീർപ്പാക്കാൻ നമ്മളെയും വിളിച്ചു, പക്ഷേ നമുക്കത് വേണ്ട. കാരണം നമ്മളിന്ന് ഒത്തുതീർപ്പാക്കി പോയാൽ നാളെ അത് വീണ്ടും ഒരു കൊച്ചിനെ അവന്മാർ ആവർത്തിക്കും. BV വിനോദ് ചേരുന്നു. വിനോദ്, ഈ ബൈറ്റ് തന്ന ആള് പറഞ്ഞതുപോലെ ഗുരുതരമായ പ്രശ്നമാണ്. ഇത്തരത്തിൽ ഇവർ സ്ഥിരം കുറ്റവാളികളാണ്. പക്ഷേ ഈ പേര് പറഞ്ഞുകൊണ്ട് മറ്റുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ ആക്രമിക്കുന്നത് വലിയ പ്രശ്നത്തിലേക്കൊക്കെ എത്തിക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കും. എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? ധന്യ, കല്ലമ്പലം സ്വദേശികളായ ശ്യാം, അജയൻ, ആരോമൽ എന്നിവരാണ് ഈ കൽക്കട്ട സ്വദേശിയായ ഫിറോസ് ഷെയ്ഖിനെ മർദ്ദിച്ചത്. ഇവർ ഫിറോസ് ഷെയ്ഖ് അവിടെ സ്റ്റൂല് വിൽപ്പനയ്ക്ക് എത്തിയ ആളാണ്. ഇവർ അതിന്റെ വില ചോദിച്ചു. 100 രൂപയാണ് ഒരെണ്ണത്തിനെന്ന്
ഫിറോസ് ഷെയ്ഖ് മറുപടി കൊടുത്തു. എന്നാൽ 50 രൂപയ്ക്ക് വേണമെന്ന് പ്രതികൾ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന് സമ്മതിക്കാത്തതിനെ തുടർന്നായിരുന്നു മർദ്ദനം. ഈ മർദ്ദനത്തിന് അവർ ഒരു പ്രധാന കാരണമായി പറഞ്ഞത് ഈ ആലുവയിൽ 5 വയസ്സുകാരി പീഡിപ്പിച്ച് കൊല്ലപ്പെട്ട സംഭവമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്നവർ ക്രിമിനലുകളാണ്, പൊതുവിൽ അവരെ ക്രിമിനൽ സ്വഭാവം ഉള്ളവർ എന്ന നിലയിലും ഈ മർദ്ദനമേറ്റ ആളിനെ ക്രിമിനൽ എന്ന് ചിത്രീകരിച്ചുമായിരുന്നു മർദ്ദിച്ചത്. സമീപത്തുണ്ടായിരുന്ന 19 വയസ്സുകാരനായ അനന്തു നാട്ടുകാരനാണ്. ഈ യുവാവ് ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു മർദ്ദനത്തിന്റെ. തുടർന്ന് പ്രതികൾ അനന്തുവിനെ മർദ്ദിച്ചു. ഇതുവഴി വരികയായിരുന്ന അനന്തുവിന്റെ പിതാവാണ് മർദ്ദനത്തിൽ നിന്ന് അനന്തുവിനെ രക്ഷിച്ചത്. കൊൽക്കത്ത സ്വദേശിയെ അതിനു മുൻപ് തന്നെ ഇവർ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു. നാട്ടുകാരും മറ്റുള്ളവരും ചേർന്ന് ഇതിനെതിരെ പരാതി കൊടുക്കണമെന്ന് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബംഗാൾ സ്വദേശിയും അതോടൊപ്പം അനന്തവും പോലീസിൽ പരാതി നൽകി. കല്ലമ്പലം പോലീസിലാണ് ഫിറോജും അനന്തവും പരാതി നൽകിയത്. എന്നാൽ നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയത് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. എഫ്ഐആർ എടുത്തുവെങ്കിലും ചെറിയ വകുപ്പുകൾ, വളരെ നിസ്സാരമായ വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയത്. ഇതിന് രാഷ്ട്രീയ പിൻബലമുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തിയതെന്ന ആരോപണവും ഇതിനകം ഉയർന്നിട്ടുണ്ട് തന്നെയാണ്. ഡൽഹിയിലെ നവീകരിച്ച ട്രാവൻകൂർ പാലസ് ഉദ്ഘാടനം കോൺഗ്രസ് ബഹിഷ്കരിക്കും. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ 40 ലക്ഷം രൂപ ചെലവഴിച്ച് നടത്തുന്ന ആർഭാടപൂർണമായ ഉദ്ഘാടനം പാഴ്ചെലവാണെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. ജീവിക്കാൻ വഴിയില്ലാതെ ജനം മുണ്ടുമുറുക്കിയുടുത്ത് കഴിയുമ്പോഴാണ് സർക്കാരിന്റെ ധൂർത്തും ആർഭാടവും. ഈ സാഹചര്യത്തിലാണ് നവീകരിച്ച ട്രാവൻകൂർ പാലസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതെന്നും കെ സുധാകരൻ പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി ഉഴലുന്ന ഒരു സർക്കാർ ഇതുപോലെ കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അത്രയേറെ സാമ്പത്തിക പ്രതിസന്ധിയുടെ തീച്ചുളയിലാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. എന്നിട്ടും ദുർച്ചെലവ് ഒരു കുറവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ട്രാവൻകൂർ പാലസ് പുനരാവിഷ്കരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്യുന്നതിന് ചെലവഴിക്കാൻ പോകുന്ന പണം 40 ലക്ഷമാണ്. ഇവിടെ കർഷകരുടെ നെല്ലിന്റെ പൈസ കൊടുത്തിട്ടില്ല ഈ ഗവൺമെന്റ്. സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് ഒരുപാട് തുറകളിൽ ഈ സർക്കാരിനെ ശ്വാസം മുട്ടിക്കുന്ന ഒരു കാലമാണ്. ഇതുപോലൊരു സാമ്പത്തിക ഞെരുക്കം അനുഭവിച്ചൊരു കാലഘട്ടം അടുത്തൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അച്യുതാനന്ദന്റെ കാലത്ത് പോലും ഇതുപോലത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ സാഹചര്യമെല്ലാം ഉണ്ടായിട്ടും അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാത്ത ഒരു സർക്കാരായി ഇടതുപക്ഷ സർക്കാർ തരംതാഴുകയായിരിക്കും. ഞങ്ങൾ ഈ പരിപാടി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയും ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോട്ടയം ജനറൽ ആശുപത്രിയിൽ ഏറ്റുമുട്ടി SFI KSU പ്രവർത്തകർ. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. CMS കോളേജിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായാണ് ആശുപത്രിയിലും സംഘർഷമുണ്ടായത്. കോളേജിലുണ്ടായ സംഘർഷത്തിൽ 8 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. ഇന്നലെ രാത്രിയാണ് കോട്ടയം ജനറൽ ആശുപത്രി പരിസരത്ത് രോഗികളെല്ലാം പരിഭ്രാന്തരാക്കുന്ന തരത്തിൽ ഒരു അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. അതായത് ഇന്നലെ വൈകുന്നേരം തന്നെ, ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടി തന്നെ KSU SFI പ്രവർത്തകർ തമ്മിൽ CMS കോളേജിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് വഴിയിലേക്ക് ഏറ്റുമുട്ടൽ ഉണ്ടാകുകയും ചെയ്തിരുന്നതാണ്. അവിടെ കോട്ടയം DYSP അനീഷ് ഉൾപ്പെടെയുള്ളവരെത്തി ഈ ഇരു വിഭാഗത്തെയും ലാത്തിചാർജ് ഉൾപ്പെടെ നടത്തി പറഞ്ഞു വിടുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് ഏതാണ്ട് ഈ ആശുപത്രി പരിക്കേറ്റവരെ അടക്കം ആശുപത്രിയിലേക്ക് KSU പ്രവർത്തകരെയും SFI പ്രവർത്തകരെയും ആശുപത്രിയിൽ കൊണ്ടുവരുന്നിരുന്നു. അതിന് മുന്നിൽ വെച്ചാണ് വീണ്ടും ഈ സംഘർഷം ഉണ്ടാകുന്നത്. ജനറൽ ആശുപത്രിയുടെ കാഷ്വാലിറ്റിക്ക് മുന്നിലാണ് നമ്മൾ ഈ കാണുന്ന സംഘർഷം ഉണ്ടായത് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. വലിയ ഒരു തോതിൽ SFI പ്രവർത്തകർ സംഘടിച്ച് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന SFI പ്രവർത്തകരുടെ വലിയ നിര തന്നെയാണ്. KSU പ്രവർത്തകരും ഉണ്ട്. എന്തായാലും പോലീസിനെതിരെയൊക്കെ വലിയ ആക്രോശം നടത്തിക്കൊണ്ടാണ് അവർ ഈ സംഘർഷത്തിന്റെ ഭാഗമാകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. എന്തായാലും
ഏറ്റവും ഒടുവിൽ CPM നേതാക്കൾ തന്നെ എത്തിയാണ് SFI പ്രവർത്തകരെ പിന്തിരിപ്പിച്ച് വിടുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിൽ മൊബൈൽ വീഡിയോ എടുക്കുന്നവർക്കെതിരെ അടക്കം SFIയുടെ വനിതാ നേതാവ് രൂക്ഷമായി സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സംഘർഷം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്നു, വൈകുന്നേരത്തോടെ ഉണ്ടാകുന്നു, പിന്നെ രാത്രിയിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 8 പ്രവർത്തകർക്കാണ് സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. 5 KSU പ്രവർത്തകർക്കും 3 SFI പ്രവർത്തകർക്കും ഈ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. എന്തായാലും പോലീസ് സംഘം കൂടുതലായി, അതായത് ഈ സംഘർഷത്തിന് പിന്നാലെ കൂടുതൽ CITU തൊഴിലാളികളൊക്കെ അവിടെ എത്തി. സംഘർഷം വലിയ രീതിയിൽ ആശുപത്രി കോമ്പൗണ്ടിൽ വലിയ രീതിയിൽ സംഘർഷം വ്യാപിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നതോടെയാണ് കൂടുതൽ പോലീസ് സംഘം എത്തുന്നു. ഒപ്പം തന്നെ CPMന്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തി ഇവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ഇവരെ നിർബന്ധപൂർവ്വം കോമ്പൗണ്ടിന് പുറത്തേക്ക് മാറ്റുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ആശുപത്രിക്കുള്ളിൽ, പ്രത്യേകിച്ച് കാഷ്വാലിറ്റിക്കുള്ളിൽ സാധാരണ മനുഷ്യർ രോഗവുമായി എത്തി കിടക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സംഭവം. എന്തായാലും പലയിടത്തും സമാനമായി നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാത്രിയും ഇത് ഏതാണ്ട് ആവർത്തിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കോട്ടയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. CMS കോളേജിൽ ഒരു കലാപരിപാടി കോളേജ് ക്യാമ്പസിനുള്ളിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇങ്ങൊരു സംഘർഷത്തിന് തുടക്കമായത്. മഹാരാഷ്ട്ര താനെയിൽ ജൂനിയർ NCC കേഡറ്റുകൾക്ക് നേരെ സീനിയർ കേഡറ്റിന്റെ ക്രൂരമർദ്ദനം. കനത്ത മഴയിലും കാലും തലയും ചെളിയിൽ കുത്തി നിർത്തിയായിരുന്നു മർദ്ദനം. നീളൻ വടികൊണ്ട് മുതുക് അടിച്ചു പൊളിക്കുകയായിരുന്നു. താനെ ബന്ദോദ്കർ കോളേജിലായിരുന്നു സംഭവം. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ മർദ്ദിച്ച വിദ്യാർത്ഥിയെ കോളേജ് സസ്പെൻഡ് ചെയ്തു. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നടപടികളുമൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. മറ്റ് കുട്ടിയുടെ വൈദ്യപരിശോധന നടപടികൾ ഇന്നലെ നടത്തിയിരുന്നു. ഈ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്ന് പുലർച്ചെയാണ്. അല്പസമയത്തിനകം ഉച്ചയോടെ ഇയാളെ കോടതിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാർബിൾ ജോലിക്ക് ആയിട്ട് 1 വർഷം മുൻപാണ് ഈ രാം മഹേഷ് കുശ്വ കേരളത്തിലെത്തിയത് എന്നാണ് അറിയുന്നത്. ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഇയാൾ മുൻപ് ഏർപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തിരുവങ്ങാടി പോലീസിന്റെ കസ്റ്റഡിയിലാണ് പ്രതി ഇപ്പോൾ ഉള്ളത്. അനുവാദ, ഇങ്ങനൊരു പീഡന വിവരം എങ്ങനെയാണ് പുറത്തു വന്നത്? ഈ കുട്ടി കരഞ്ഞുകൊണ്ട് വരുന്നത് കണ്ട് രക്ഷിതാക്കൾ തന്നെയാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആദ്യം അന്വേഷിച്ചത്. അങ്ങനെയാണ് ഈ ഒരു കുട്ടി പീഡിപ്പിക്കപ്പെട്ട വിവരം ഈ രക്ഷിതാക്കൾ അറിയുന്നതും തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ചേർന്നാണ് പോലീസിനെ ഇക്കാര്യം അറിയിക്കുന്നത്. അതായത് ഈ രാം മഹേഷ് കുശ്വ ഈ കുട്ടിയെ ശീതളപാനീയം കാണിച്ച് പ്രലോഭിപ്പിച്ച് മുറിയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച് അതിനുശേഷം കുട്ടി കരഞ്ഞുകൊണ്ട് വരുന്നത് രക്ഷിതാക്കൾ കാണുകയും അങ്ങനെ ഈ വിവരം പുറത്തറിയുകയും തുടർന്ന് പോലീസിനെ ഇവരറിയിക്കുകയും പോലീസ് പ്രതിയെ ഇന്നലെ വൈകുന്നേരം തന്നെ പിടികൂടുകയും ചെയ്തു. അനുമതി, ഒപ്പം തന്നെ ഈ മധ്യപ്രദേശുകാരനാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ കുട്ടിയും ഇതര സംസ്ഥാനക്കാരിയാണെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. ഇയാൾ ഈ കുട്ടി താമസിച്ചിരുന്ന പ്രദേശത്ത് തന്നെ താമസിച്ചിരുന്ന ആളാണോ? ഇയാൾ 1 വർഷം മുൻപാണ് ഇവിടെ എത്തിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവരെല്ലാം തന്നെ ഒരേ കോമ്പൗണ്ടിൽ, അതായത് ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന ഇടങ്ങളുണ്ട്, നിരവധി മുറികളുള്ള ക്വാർട്ടേഴ്സുകളുണ്ട്. അത്തരത്തിലൊരു സ്ഥലത്താണ് ഇവർ താമസിച്ചിരുന്നത്. ഇവരെല്ലാം തന്നെ ഒരേ ഇടത്ത്, അതായത് വിവിധ ക്വാർട്ടേഴ്സുകളിലായി താമസിച്ചിരുന്നവരാണ്. അങ്ങനെയാണ് ഇവർ പരിചിതരാവുന്നതും ഈ കുട്ടിയുടെ രക്ഷിതാക്കളുമായിട്ട് ഇയാൾക്ക് പരിചയമുണ്ടാവും, സുഹൃത്ത് ബന്ധമുണ്ടാവുന്നതൊക്കെ. അത്തരത്തിൽ ഒരു സുഹൃത്തിന്റെ മകളെയാണ്, കുഞ്ഞു മകളെയാണ്, 4 വയസ്സുള്ളൊരു മകളെയാണ് ഇയാൾ ക്രൂരമായി പീഡിപ്പിച്ചത് എന്നാണ് ഇതിൽ ഏറ്റവും വലിയ സങ്കടം. സ്ഥിരമായി കാണുന്ന, ഒപ്പം ജോലി ചെയ്യുന്ന, ഒപ്പം താമസിക്കുന്ന ഒരു സുഹൃത്തിന്റെ മകളെയാണ് ഇയാൾ ഇത്തരത്തിൽ അതിക്രൂരമായി പീഡിപ്പിച്ചത് എന്നാണ് നടക്കുന്ന സംഭവം. എന്താണെങ്കിലും പോലീസിന്റെ നടപടികൾ ഇപ്പോൾ തിരുവരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പുരോഗമിക്കുകയാണ്.
നടി ആക്രമിച്ച കേസിൽ വിചാരണ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണമെന്ന ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചു. 2024 മാർച്ച് 31 വരെ സമയം നീട്ടി നൽകി. വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് സമയം ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ കത്ത് നൽകിയത്. വിസ്താരം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കൊച്ചിയിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് താൽക്കാലിക പ്ലാന്റിനായി ഉടൻ കൌൺസിൽ ചേർന്ന് അനുമതി നൽകാൻ നിർദ്ദേശിച്ച് ഹൈക്കോടതി. തീപിടുത്തത്തിന് ശേഷം മാലിന്യ നീക്കത്തിൽ പ്രതിസന്ധി നേരിട്ടുവെന്ന് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി കോടതിയെ അറിയിച്ചതിന് പിന്നാലെയാണ് നിർദ്ദേശം നൽകിയത്. ബ്രഹ്മപുരത്തെ തീപിടുത്തത്തെക്കുറിച്ചുള്ള ഹർജി പരിഗണിക്കാൻ രൂപീകരിച്ച പുതിയ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. നിയമകാര്യ ലേഖകൻ CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, എങ്ങനെയാണ് കൊച്ചിയിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് കോടതിയുടെ ഇടപെടൽ? നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബ്രഹ്മപുരത്ത് തീപിടുത്തമുണ്ടായപ്പോൾ ഹൈക്കോടതി സ്വമേധയെടുത്ത കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുതിയ ബെഞ്ച് ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചത്. ആ ബെഞ്ചാണ് ജസ്റ്റിസുമാരായ ബിജു തോമസ്, ഒപ്പം P ഗോപിനാഥ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഇന്ന് ഹർജി പരിഗണിച്ചത്. പ്രധാനമായും തദ്ദേശ വകുപ്പ് സെക്രട്ടറി, കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറി, മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ എന്നിവരടക്കം ഇന്ന് ഹാജരായിരുന്നു. ഇനി കഴിഞ്ഞ ഈ വർഷവും ഇത്തരത്തിലൊരു സംഭവം ഇനി ആവർത്തിക്കാൻ ഇടവരുത്, അതിനുവേണ്ടിയുള്ള കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി വാക്കാൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ പുതിയ പ്ലാന്റ് വേണ്ടിയുള്ള അനുമതി അത് ഉടൻ തന്നെ കൗൺസിൽ ചേർന്ന് അനുമതി നൽകണമെന്നും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശമുണ്ടായി. ഇപ്പോൾ അത് പരിഹരിച്ച് വരികയാണ്. അതായത് മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താമസമുണ്ടായിട്ടുണ്ട്, എന്നാൽ അത് പരിഹരിച്ചു വരികയാണ് എന്ന് തദ്ദേശ വകുപ്പ് സെക്രട്ടറി അറിയിക്കുകയും ഉണ്ടായി കോടതിയിൽ. എന്തായാലും ഈ വർഷം ഉണ്ടായ സംഭവം ഇനി ആവർത്തിക്കരുത് എന്ന നിർദ്ദേശം കർക്കശമായി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നന്ദി പ്രകാശ്. സ്വന്തം പേരിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ അശ്ലീല ദൃശ്യം പ്രചരിപ്പിച്ച കേസിൽ CPI പ്രാദേശിക നേതാവ് ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. കൊല്ലം കടയ്ക്കൽ സ്വദേശികളായ ബിജു, അജയൻ എന്നിവരാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസിന്റെ പിടിയിലായത്. മുൻ വനിതാ MLA ഉൾപ്പെടെ അംഗങ്ങളായ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരുന്നു ദൃശ്യങ്ങളെത്തിയത്. പ്രാദേശിക നേതാവായ ബിജു സ്വന്തം പേരിൽ തന്നെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങി. ഇത് ബിജുവിന്റെ സ്വകാര്യ അക്കൗണ്ട് ആണ് എന്ന് കരുതി സുഹൃത്ത് അജയൻ അശ്ലീല ദൃശ്യങ്ങൾ അയക്കുകയായിരുന്നു. മുൻ വനിതാ MLAയുടെ പരാതിയിലാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ നിയോഗിക്കപ്പെട്ട വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ കൊച്ചിയിലെത്തി. വിഷയം പഠിക്കുമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം നടത്തുമെന്നും സിറിൽ വാസിൽ പ്രതികരിച്ചു. ഡാനി പോൾ ചേരുന്നു. ഡാനി, വിവരം. ധന്യ, ഇന്ന് രാവിലെയാണ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ എത്തിയത്. അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വത്തിക്കാൻ നിയോഗിച്ച പ്രതിനിധിയാണ്. അദ്ദേഹം ഇവിടുത്തെ വിഷയങ്ങൾ പഠിച്ചുകൊണ്ടും പിന്നീട് ഇതിനൊരു പരിഹാര മാർഗം എന്ന രീതിയിലേക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്നത്. അപ്പോൾ ഇരുവിഭാഗവുമായി അദ്ദേഹം ചർച്ച നടത്തേണ്ടി വരും. ഇപ്പോൾ വന്ന അദ്ദേഹം 2 വിഭാഗവുമായും ചർച്ച ഉണ്ടാകുമെന്നുള്ളൊരു സൂചനകൾ നൽകിയിട്ടുണ്ട്. വിമതപക്ഷവും അത് സ്വാഗതം ചെയ്യുന്നുണ്ട്. അതിൽ ശുഭപ്രതീക്ഷയാണ് ഇത്തരം കാര്യങ്ങളിലുള്ളത് എന്നാണ് അദ്ദേഹം ആദ്യമായി പ്രതികരിച്ചത്. വരും ദിവസങ്ങളിൽ കർദിനാളും അതോടൊപ്പം തന്നെ മറ്റ് സഭയുടെ ഔദ്യോഗിക വക്താക്കളുമായും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ചർച്ചയുണ്ടാകും. ഒപ്പം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരടക്കമുള്ളവരുമായി അദ്ദേഹം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ധന്യ. പ്രതിപക്ഷ സഖ്യത്തിന് ഇന്ത്യ എന്ന് പേര് നൽകിയതിനെതിരായ ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രതിപക്ഷ പാർട്ടികൾക്കും ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ഇന്ത്യ എന്ന പേര് ഉപയോഗിക്കുന്നത് വിലക്കണമെന്നാവശ്യപ്പെട്ട് ആക്ടിവിസ്റ്റ് ഗിരീഷ് ഭരദ്വാജ് നൽകിയ പൊതു താൽപര്യ ഹർജിയിലാണ് നോട്ടീസ്. ഗ്യാൻവാപി പള്ളിയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രാവിലെ തന്നെ സർവേ നടപടികൾ ആരംഭിച്ചു. കനത്ത സുരക്ഷയിലാണ് സർവേ നടക്കുന്നത്. ASI പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ജില്ലാ ഭരണകൂടത്തെ പ്രതിനിധീകരിച്ചെത്തിയവർ മാത്രമാണ് സ്ഥലത്തുണ്ടായിരുന്നത്. പള്ളി കമ്മിറ്റി സർവേ ബഹിഷ്കരിക്കുകയാണ്. സർവേ നടത്താൻ ആർക്കിയോളജിക്കൽ വകുപ്പിന് ഇന്നലെയാണ് അലഹബാദ് ഹൈക്കോടതി അനുമതി നൽകിയത്. അതേസമയം പള്ളി കമ്മിറ്റി നൽകിയ അപ്പീൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ അഞ്ജുമൻ ഇന്തസാമിയ മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജിയാണ് കോടതി പരിഗണിക്കുക. ഇതിനെതിരെ ഹിന്ദു വിഭാഗവും ഹർജി സമർപ്പിച്ചിട്ടുണ്ട്.
വിഭാഗീയത രൂക്ഷമായ BJP കോഴിക്കോട് ജില്ലാ ഘടകത്തിന്റെ ഔദ്യോഗിക പരിപാടിയിൽ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി ശോഭാ സുരേന്ദ്രൻ. ജില്ലയുടെ ചുമതലയുള്ള പ്രഭാരിയായി ചുമതല ലഭിച്ചെങ്കിലും മഹിളാ മോർച്ച പരിപാടിയിലടക്കം ശോഭാ സുരേന്ദ്രൻ പങ്കെടുത്തില്ല. സംസ്ഥാന സർക്കാരിന്റെ മത്സ്യത്തൊഴിലാളി വഞ്ചനയ്ക്കെതിരെ കോഴിക്കോട് നടന്ന രാപ്പകൽ സമരം ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. ശോഭയെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിനെതിരെ BJPയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ രൂക്ഷമായ തർക്കവും നടന്നു. പരിപാടികളിൽ പങ്കെടുപ്പിച്ചില്ലെങ്കിൽ താൻ തെരുവിലേക്കിറങ്ങുകയാണെന്ന് ശോഭ നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകി. തൊട്ടുപിന്നാലെ പരാതിയുമായി സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചെങ്കിലും പാർട്ടി ജില്ലാ ഘടകത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായി ശോഭാ സുരേന്ദ്രനെ നിയമിക്കുകയായിരുന്നു. പ്രഭാരിയായി പ്രഖ്യാപനം വന്ന ശേഷമുള്ള ആദ്യ പരിപാടിയിൽ തന്നെ ശോഭയുടെ അസാന്നിധ്യം ശ്രദ്ധേയമായി. മഹിളാ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് രേഖാ ഗുപ്ത അടക്കം പങ്കെടുത്ത മഹിളാ മോർച്ച സംസ്ഥാന സമിതിയിൽ ശോഭ പങ്കെടുത്തില്ല. മിത്ത് വിഷയത്തിൽ BJP സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിലും സാന്നിധ്യമുണ്ടായില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ ജില്ലയായ കോഴിക്കോട്ടെ പാർട്ടി നേതൃത്വം ഔദ്യോഗിക പക്ഷവുമായി അകന്നു നിൽക്കുകയാണ്. നേതൃത്വത്തിന് അനഭിമതയായ ശോഭാ സുരേന്ദ്രന്റെ പുതിയ ചുമതല വിഭാഗീയതയുടെ ആക്കം കൂട്ടുമോ എന്നാണ് അറിയേണ്ടത്. ന്യൂസ് 18 കോഴിക്കോട്. അട്ടപ്പാടിയിൽ ഒറ്റയാന്റെ ആക്രമണത്തിൽ നിന്ന് വയോധിക ഉൾപ്പെടെയുള്ള കാർ യാത്രികർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കാറിന് നേരെ പാഞ്ഞെടുത്ത കാട്ടാന 3 തവണയാണ് കാറിനെ കൊമ്പിൽ കൊരുത്ത് ഉയർത്തിയത്. പരപ്പൻതറയിൽ നിന്ന് ചീരക്കടവിലേക്ക് പോയ കുടുംബത്തിന് നേരെയാണ് ഒറ്റയാന്റെ ആക്രമണമുണ്ടായത്. രാത്രി 7:30യോടെയാണ് സംഭവം. 80 വയസ്സുള്ള വയോധിക മൈലാത്തയും പേരക്കുട്ടികളും ബന്ധുക്കളും സഞ്ചരിച്ചിരുന്ന കാറ് 3 തവണ കാട്ടാന കൊമ്പിൽ കോർത്തുയർത്തി. കുട്ടികളടക്കമുള്ളവർ കൂട്ടത്തോടെ നിലവിളിച്ചതോടെ കാട്ടാന സ്ഥലം വിടുകയായിരുന്നു. കാട്ടാന ആക്രമണത്തിന്റെ നടുക്കം വിട്ടുമാറാതെ മൈലാത്ത. நாங்கள் வண்டியில் போயிட்டு இருக்கிற போது வந்து குறுக்காட்டிடுங்க குறுக்காட்டி கால் எடுத்து வச்சு ஆனால் இன்னொரு தள்ളിയിருந்து ആറ്റുക്കട தான் പോയി വിടുന്നു. പ്രദേശത്ത് കൃഷിയിടങ്ങളിലും വ്യാപകാക്രമണമാണ് ഒറ്റയാൻ നടത്തിയത്. 2 ദിവസം മുമ്പ് ഒറ്റയാൻ ബൈക്ക് യാത്രക്കാരന് നേരെ പാഞ്ഞെടുത്തിരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ ഒറ്റയാൻ പ്രദേശത്ത് തുടർന്നതായി നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. 67+ Crore viewer. ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അനുമതി തുടരുക. ശ്രീ മജീദ്, ഞെട്ടിക്കുന്ന സംഭവമാണ് ഈ ആലുവയിലെ ആ സംഭവത്തിന്റെ ഒരു ഓർമ്മ അത് നിലനിൽക്കെ നമ്മൾ ഞെട്ടിയിരിക്കുന്ന സമയത്താണ് മറ്റൊരു വാർത്ത അത് മലപ്പുറത്ത് നിന്ന് വരുന്നത്. ഇത്തരത്തിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടോ ആ പ്രദേശത്ത്, മലപ്പുറം ജില്ലയിൽ? അല്ല, അത് അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒറ്റപ്പെട്ട കുറെ സംഭവങ്ങളുണ്ട്. അത് ഒന്നാമത് ഈ പുറത്തുനിന്ന് വരുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് വേണ്ടത്ര രേഖകളോ അതിന്റെ ഒരു മറ്റു കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. കുറെ പണിക്കാർ വരും, അവർ ജോലിക്ക് പോകും, അവർ വിടും, എവിടെയും പോയി താമസിക്കും എന്നല്ലാതെ അവരെ സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് സ്റ്റേഷനിലോ ബന്ധപ്പെട്ട സ്റ്റേഷനിലെ റെക്കോർഡോ അവർ എവിടുത്തേരാന്ന് യാതൊരു ധാരണയും വരാനില്ല. അതുകൊണ്ട് അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ചില ക്രിമിനൽസ് ആണ് ഇവിടെ ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ പിടിച്ചത് തന്നെ അവർ അന്വേഷിക്കുമ്പോൾ അവരെ നാട്ടിലെ അവർ ക്രിമിനൽ കേസിൽ പ്രതികളാണ്. അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഗവൺമെന്റ് അക്കാര്യത്തിൽ ശക്തമായ ഒരു നിലപാടും ഒരു മാർഗനിർദ്ദേശം കൊടുത്തില്ലെങ്കിൽ ഇത് വർദ്ധിക്കാനേ വഴിയുള്ളൂ. കാരണം കുറ്റം ചെയ്തിട്ട് സ്ഥലമുള്ള ധാരാളം സംഭവങ്ങളുണ്ട്. മോഷണങ്ങൾ പെരുകുന്നുണ്ട്. ഇതുപോലെ തന്നെ പിന്നെ പീഡന കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരെ പറ്റി ആരാണെന്നും അവരുടെ ബാക്ക് റെക്കോർഡ് എന്താണെന്നും അവരിവിടെ വരുമ്പോൾ അവരുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ വല്ല സത്യമോ കാര്യമോ നോക്കി അതൊന്നും ഇപ്പില്ല. അതുകൊണ്ട് വരുന്ന ഒരു സംഗതികളാണിത്. മലപ്പുറം ചേളാരിയിൽ 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ വാർത്തകളിലേക്ക്. ഇടുക്കിയിലെ 13 പഞ്ചായത്തുകളിൽ ദുരന്ത നിവാരണ അതോറിറ്റി സോണുകൾ തിരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ വ്യാപക പ്രതിഷേധം. പുതിയ ഉത്തരവ് മേഖലയിലെ ജനജീവിതത്തെ സാരമായി ബാധിക്കുമെന്ന് ആശങ്ക. വൺ ഇന്ത്യ വൺ എർത്ത് എന്ന പരിസ്ഥിതി സംഘടന ഹൈക്കോടതിയിൽ നൽകിയ കേസുമായി ബന്ധപ്പെട്ടാണ് 13 പഞ്ചായത്തുകളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ കളക്ടറുടെ ഉത്തരവിറങ്ങിയത്. ഇത് പ്രകാരം ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്താലും 13 പഞ്ചായത്തുകളിലുള്ളവർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കില്ല. പരിസ്ഥിതിവാദികൾ എന്ന് പറഞ്ഞ് നാട്ടിലിറങ്ങിയിരിക്കുന്ന ഇവിടെ കാർബൺ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം ആളുകളും ഒരു സംഘങ്ങളും ചേർന്ന്
മലയോര ജനതയെ തകർക്കാൻ ശ്രമിക്കുന്ന അതിന്റെ ഗൂഢശ്രമങ്ങളുടെ ഭാഗമായി 13 പഞ്ചായത്തുകളിൽ ഒരു നിർമ്മാണവും പാടില്ല എന്ന തരത്തിലേക്ക് ജനങ്ങളെ വലയ്ക്കുന്ന തരത്തിലുള്ള വലിയ കഠിനമായ ഉത്തരവ് ഇറക്കിക്കൊണ്ടിരിക്കുക. ഇതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതി റവന്യൂ നിയമങ്ങൾക്കും കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്കും വിധേയമായിരുന്നെങ്കിൽ 13 പഞ്ചായത്തുകളിൽ ഇനി മുതൽ ദുരന്ത നിവാരണ നിയമം കൂടി ബാധകമാകും. ഇതിനകത്ത് ഒരു ഭരണഘടനാ ലംഘനം കൂടിയുണ്ട്. അതായത് രാജ്യത്തെവിടെയും ഒരു പൗരന് സ്ഥലം വാങ്ങാനും വീട് നിർമ്മിക്കാനും അവകാശമുണ്ടെന്നിരിക്കെ ഈ 13 പഞ്ചായത്തുകളിലെ റെഡ് സോൺ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ വീട് വയ്ക്കണമെങ്കിൽ അയാൾക്ക് രാജ്യത്ത് മറ്റെങ്ങും വീടില്ല എന്ന് സത്യവാങ്മൂലം കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് ലംഘിച്ചുകൊണ്ട് വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ ഈ ദുരന്ത നിവാരണ നിയമം 2005 പ്രകാരം ക്രിമിനൽ നടപടികൾക്ക് സാധ്യതയുണ്ട്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ ക്രിമിനൽ ചട്ടപ്രകാരം നടപടി സ്വീകരിക്കാനും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. കടുത്ത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇടുക്കിയിൽ വീണ്ടും സമരകാഹളം മുഴങ്ങും. ന്യൂസ് 18 ഇടുക്കി. വയനാട് ചുള്ളിയോട് കോട്ടയിൽ ജനവാസ കേന്ദ്രങ്ങൾക്കരികെയുള്ള ക്വാറിക്ക് നേരെ പ്രതിഷേധം ശക്തമാകുന്നു. തുടർ സമരങ്ങൾക്കായി ജനകീയ സമിതിയും രൂപീകരിച്ചു. പ്രതിഷേധം ശക്തമാകുമ്പോഴും പരാതിയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നാണ് പഞ്ചായത്തിന്റെ നിലപാട്. നെന്മേനി ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡിൽപ്പെട്ട കോട്ടയിൽ തൊവരിമല പ്രദേശങ്ങൾക്കടുത്താണ് ജനവാസ കേന്ദ്രത്തിനടുത്ത പുതിയ ക്വാറിയുടെ പ്രവർത്തനം. സ്വകാര്യ വ്യക്തിയുടെ 5 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്താണ് ക്വാറി ആരംഭിച്ചിട്ടുള്ളത്. ജനവാസ മേഖലയ്ക്ക് അടുത്ത് ക്വാറി തുടങ്ങിയതോടെ നാട്ടുകാർ ആശങ്കയിലാണ്. പദ്ധതി തുടങ്ങുന്നതിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ എൻ്റെ വീടാണ് ഇപ്പോൾ ഫസ്റ്റ് വീട്. ഇപ്പോൾ എൻ്റെ വാപ്പ ഇവിടെ 60 വയസ്സ് കഴിഞ്ഞ് സുഖമില്ലാതെ കിടക്കുക. ഈ പദ്ധതിക്ക് ഇങ്ങനെ ഒരു ആൾ പ്രായം ഉണ്ടെങ്കിൽ ഇത് അനുവദിക്കാൻ പാടില്ല എന്നാണ് ശരിക്കും അതിൻ്റെ നിയമം എന്നപ്പോൾ നമുക്ക് അറിഞ്ഞു. ഞങ്ങൾ പഞ്ചായത്ത് പോയപ്പോൾ ഇതിന് അനുമതി കൊടുത്തു എന്നാണ് അറിഞ്ഞത്. ഞങ്ങളൊരു കൺസെൻറ്റ് ഇല്ലാതെ ഇതിന് അനുമതി എങ്ങനെ കിട്ടിയത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. പ്രദേശവാസികളുടെ ആശങ്ക പരിഗണിക്കാതെയാണ് ഗ്രാമപഞ്ചായത്ത് ക്വാറി പ്രവർത്തനത്തിന് അനുമതി നൽകിയെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇത് വലിയ വൻകിട പദ്ധതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 2 വൈറ്റ് വലിയ ഇറ്റാച്ചിയൊക്കെ വെച്ച് മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. അതടുത്ത് തന്നെ ഇത് ക്വാറി പൊട്ടിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ആശങ്കയുണ്ട്. ഞങ്ങളുടെ വീടെല്ലാം പോകും. പരാതിയുണ്ടെങ്കിൽ ക്വാറിയുടെ ലൈസൻസ് പുനഃപരിശോധിക്കാൻ തയ്യാറാണെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. ക്വാറിക്ക് ലൈസൻസ് അടക്കമുള്ള എല്ലാ രേഖകളും ഉണ്ടെന്നാണ് ക്വാറി നടത്തിപ്പുകാരുടെ വിശദീകരണം. പഞ്ചായത്തിന്റെയും ക്വാറി ഉടമകളുടെയും വിശദീകരണം അംഗീകരിക്കാനാവില്ലെന്നാണ് ജനകീയ സമരസമിതിയുടെ നിലപാട്. ക്വാറിയുടെ പ്രവർത്തനത്തിനെതിരെ ഞായറാഴ്ച പ്രതിഷേധ മാർച്ച് നടത്താനാണ് കമ്മിറ്റിയുടെ തീരുമാനം. ന്യൂസ് 18 വയനാട്. കോഴിക്കോട് മുക്കം നഗരസഭാ ഭരണം പ്രതിസന്ധിയിൽ. CPM കൌൺസിലർ വിദേശത്തേക്ക് പോയതോടെ ഭരണസമിതിക്ക് കേവല ഭൂരിപക്ഷവും നഷ്ടമായി. നിലവിൽ ലീഗ് വിമതന്റെ പിന്തുണയോടെയാണ് ഇടതുമുന്നണി ഭരിക്കുന്നത്. പാർട്ടിയെയും നഗരസഭാ ഭരണസമിതിയെയും അറിയിക്കാതെ കൌൺസിലർ വിദേശത്തേക്ക് പോയതോടെയാണ് മുക്കം നഗരസഭയിൽ ഇടതുഭരണം പ്രതിസന്ധിയിലായത്. മുസ്ലിം ലീഗ് വിമതന്റെ പിന്തുണയോടെ ഭരണം നിലനിർത്തുന്ന CPMന് കൌൺസിലറുടെ വിദേശയാത്ര തിരിച്ചടിയായി. നഗരസഭയിലെ 7-ാം ഡിവിഷൻ കൌൺസിലർ അനിതകുമാരിയാണ് പാർട്ടിയെയും ഭരണസമിതിയെയും വെട്ടിലാക്കി കഴിഞ്ഞയാഴ്ച വിദേശത്തേക്ക് പോയത്. ടീച്ചർക്ക് ലീവ് വേണമെങ്കിൽ ടീച്ചർ ലീവ് കൊടുത്തു പോകണം. ടീച്ചർക്ക് ലീവ് വേണ്ട. ടീച്ചർ മുക്കം നഗരസഭയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ, ഒഫീഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ടീച്ചർ പറഞ്ഞത്, എനിക്ക് ഗൾഫിലേക്ക് ഞാൻ പോവുകയാണ്, ഞാൻ വലിയ പ്രതിസന്ധിയിലാണ്, ഞാൻ തിരിച്ചു വരില്ല, നിങ്ങളോട് ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ ഒരു കുറ്റസമ്മതമൊക്കെ നടത്തിക്കൊണ്ട് ഒരു വാട്സാപ്പ് മെസ്സേജ് ഇട്ടാ. അപ്പോൾ ആ മെസ്സേജ് ഞങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞു ടീച്ചർ ലീവ് ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ രാഷ്ട്രീയമായിട്ട് ടീച്ചറുടെ കള്ള ഒപ്പും കള്ള എഴുത്തും ഏതോ ഒരു കൗൺസിലർ എഴുത്താ, സ്വാഭാവികമായിട്ട് ഫോർജറിയാണ്. അതിനൊക്കെ എതിരെ ഞങ്ങൾ കേസിന് പോവുകയാണ്. ഈ തീരുമാനം ജനാധിപത്യത്തിന് പുല്ല് വില കൽപ്പിക്കാത്ത ഈ തീരുമാനത്തിൽ ഞങ്ങൾ കോടതിയിലേക്ക് പോവുകയാണ്. ഇത് വലിയ പ്രതിസന്ധിയാണ്. CPM നേതൃത്വവും ഇവർ വിദേശത്തേക്ക് പോകുന്ന വിവരം അറിഞ്ഞിരുന്നില്ലെന്നാണ് സൂചന. 33 അംഗ നഗരസഭാ ഭരണസമിതിയിൽ ഇടതുപക്ഷത്തിനും UDFനും 15 അംഗങ്ങൾ വീതവും BJPക്ക് 2 അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഇരട്ടക്കുളങ്ങര ഡിവിഷനിൽ നിന്ന് വിജയിച്ച സ്വതന്ത്രൻ അബ്ദുൾ മജീദിന്റെ പിന്തുണയിലാണ് CPM ഇത്തവണ ഭരണം പിടിച്ചത്. അനിതകുമാരി പോയതോടെ കൌൺസിലിൽ ഇടതുപക്ഷത്തിന്റെ അംഗബലം 14ആയി. അബ്ദുൾ മജീദ് പിന്തുണച്ചാലും അംഗബലം UDFനൊപ്പമേ എത്തൂ. ഇതോടെ BJP അംഗങ്ങളുടെ നിലപാട് കൌൺസിൽ യോഗത്തിൽ നിർണായകമാകും. കഴിഞ്ഞ വർഷം നഗരസഭാ ചെയർമാൻ PT ബാബുവിന്റെ സഹോദരനെയും സുഹൃത്തിനെയും കൌൺസിലർ അനിതകുമാരിയുടെ മകൻ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൌൺസിലറും പാർട്ടിയും തമ്മിൽ നല്ല ബന്ധമായിരുന്നില്ലെന്നും ആക്ഷേപമുണ്ട്.
കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF വെൽഫെയർ പാർട്ടിയുടെ സഹകരണത്തോടെയാണ് മുക്കം നഗരസഭയിൽ മത്സരിച്ചത്. അതിനാൽ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ കൗൺസിൽ യോഗത്തിൽ BJP UDFനെ പിന്തുണയ്ക്കാനുള്ള സാധ്യത കുറവാണ്. ഇതാണ് CPMനും ഇടതുപക്ഷത്തിനും ഏക ആശ്വാസം. ന്യൂസ് 18 മുക്കം. പ്ലാസ്റ്റിക് കുപ്പികൾ അടുക്കി വച്ചൊരു കൊച്ചുവീട്, മുറ്റത്ത് ചില്ലുകുപ്പികൾ കൊണ്ട് പടുത്തുയർത്തിയ കിണർ. നെടുങ്കണ്ടം സന്യാസിയോട പട്ടം മെമ്മോറിയൽ സ്കൂളിലാണ് സവിശേഷമായ ഈ കാഴ്ചയുള്ളത്. പ്ലാസ്റ്റിക് പുനരുപയോഗത്തിന്റെ ആവശ്യകത കുട്ടികൾക്ക് പകർന്നു നൽകുന്നതിനായാണ് സ്കൂളിൽ കുപ്പിവീട് ഒരുക്കിയത്. $2500 പ്ലാസ്റ്റിക് കുപ്പികൾ ചേർത്താണ് കുപ്പിവീട് ഒരുക്കിയിരിക്കുന്നത്. വീടിന് ബലം ലഭിക്കുന്നതിനായി കുപ്പികളിൽ മണ്ണും വെള്ളവും നിറച്ചിരിക്കുന്നു. ചില ഭാഗങ്ങളിൽ ഉറപ്പിനായി സിമന്റും ഉപയോഗിച്ചിട്ടുണ്ട്. കുട്ടികളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ചത്. പ്രശസ്ത കലാകാരൻ സജി പൂതപ്പാറയുടെ മേൽനോട്ടത്തിൽ കുട്ടികളുടെ സഹകരണത്തോടെയായിരുന്നു നിർമ്മാണം. കുപ്പിവീടിന് മുൻപിലായി ചില്ലുകുപ്പികൾ അടുക്കി നിർമ്മിച്ച ഒരു കൊച്ചു കിണറുമുണ്ട്. 1500 ചില്ലുകുപ്പികളാണ് കിണർ നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ചത്. ഏകദേശം 2500ഓളം പ്ലാസ്റ്റിക് കുപ്പികളാണ് ആ കുപ്പിവീട് തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ചില്ലുകുപ്പികൾ ഉപയോഗിച്ച് തയ്യാറാക്കിയിരിക്കുന്ന കിണറുണ്ട്. ഏകദേശം 1500ഓളം കുപ്പികളാണ് അതിലും ഉപയോഗിച്ചിരിക്കുന്നത്. സമഗ്ര ശിക്ഷ കേരളയുടെ സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളിൽ കുപ്പിവീട് ഉൾപ്പെടെയുള്ള വിവിധ നിർമ്മാണങ്ങൾ നടത്തിയത്. പ്ലാസ്റ്റിക് പുനരുപയോഗത്തിന്റെ അറിവ് കുട്ടികൾക്ക് പകർന്നു നൽകുന്നതിനൊപ്പം പഴയകാല ഉപകരണങ്ങൾ പരിചയപ്പെടുത്തുന്ന പുരാവസ്തു മുറി കൂടിയാണ് ഇത്. സ്കൂൾ മുറ്റത്തെ കുട്ടികളുടെ കളിയിടങ്ങളിൽ ആനയും കടുവയും മീനും മുയലും ആടും കോഴിയുമൊക്കെ കൂട്ടിനുമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. വയനാട് അരിമുള AUP സ്കൂൾ വിദ്യാർത്ഥികൾ ഇനി LED ബൾബുകൾ കൂടി നിർമ്മിക്കും. പൊതുവിപണിയിലേതിനേക്കാൾ വിലക്കുറവാണ് കുട്ടികൾ നിർമ്മിക്കുന്ന ബൾബുകൾ. പൂതാടി പഞ്ചായത്തിലെ അരിമുള AUP സ്കൂളിലെ കുട്ടികൾക്ക് പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു കൈത്തൊഴിൽ കൂടെയുണ്ടാകും. സ്കൂളിലെ ഒഴിവു സമയങ്ങളിലാണ് പരിശീലനം. ഈ അധ്യയന വർഷമാണ് സ്കൂളിൽ പദ്ധതി തുടങ്ങിയത്. ഇപ്പോൾ കുട്ടികളെല്ലാം നിർമ്മാണത്തിൽ വൈദഗ്ധ്യം നേടിക്കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഒരു 3-3.5 മിനിറ്റിന്റെ കാര്യമുള്ളൂ. എളുപ്പമാണ്. എല്ലാ സാധനങ്ങളും അധികമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. കാണുമ്പോൾ ബൾബ് ഭയങ്കര ഡിഫിക്കൽട്ടാന്ന് തോന്നും, പക്ഷെ അത്ര പണിയൊന്നുമില്ല. ചെറിയ ചെറിയ ഫിറ്റിങ്സേ ഉള്ളൂ. പിന്നെ സോൾഡറിങ് കുറച്ച് സമയം എടുക്കണം, അതേ ഉള്ളൂ. അല്ലാതെ ബാക്കിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ബൾബ് ഒന്നിന് 70 രൂപയാണ് നിരക്ക്. പൊതുവിപണിയേക്കാൾ 20 രൂപ കുറവ്. സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ബൾബ് നിർമ്മാണം പരിശീലിക്കാവുന്ന വിധമാണ് പദ്ധതി. കുട്ടികളുടെ ഒരു കൈത്തൊഴിൽ എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ മാറി വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾ പഠനം മാത്രം ഒരു ഇതായി കൊണ്ടുപോകാതെ അതിൻ്റെ കൂടെ ഒരു കൈത്തൊഴിലും കൂടെ അവരെ പഠിപ്പിച്ചെടുക്കുക എന്ന് നമ്മുടെ മാഷ് ഒരുപാട് ട്രെയിനിങ്ങുകൾ ഇതിനു മുമ്പ് കിട്ടിയ ഒരു മാഷാണ്. മാഷ് ചോക്ക് നിർമ്മാണമൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മാഷിൻ്റെ ആ ഒരു താല്പര്യം കൊണ്ടാണ് നമ്മളും അതിൻ്റെ ഒരു ഭാഗമായി മാറിയത്. ഈ ഗ്രാമം മുഴുവൻ ഈ സ്കൂളിൽ നിന്നുള്ള LED ബൾബുകൾ പ്രകാശിക്കണമെന്നതാണ് ഇവരുടെ ആഗ്രഹം. ജനകീയ പിന്തുണയോടെ പദ്ധതി വിപുലപ്പെടുത്താനാണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പരിശ്രമം. ന്യൂസ് 18 വയനാട്. അപകീർത്തി കേസിലെ ശിക്ഷ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നു. രാഹുൽ ഗാന്ധി ക്രിമിനൽ അല്ലെന്ന് രാഹുലിനു വേണ്ടി ഹാജരായ അഭിഷേക് സിംഗ്വി കോടതിയിൽ പറഞ്ഞു. പരാതിക്കാരനായി പൂർണേഷ് മോദിയുടെ ആദ്യ പേര് മോദി ഇല്ലായിരുന്നു എന്നും പിന്നീട് ഈ പേര് ചേർത്തതാണെന്നും സിംഗ്വി വാദിച്ചു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് മിഥുൻ MG ചേരുന്നു. മിഥുൻ, വിവരം. ധന്യ, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച വളരെ നിർണായകമായ ഒരു ദിനം കൂടിയാണ്. ഇപ്പോൾ വാദം സുപ്രീം കോടതിയിൽ പുരോഗമിക്കുകയാണ്. ഇരു വിഭാഗങ്ങൾക്കും 15 മിനിറ്റ് വീതം അവരുടെ വാദങ്ങൾ നിരത്താനുള്ള അവസരം കോടതി നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ് RS ഗവായി അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഈ കേസ് പരിഗണിക്കുമ്പോൾ രാഹുലിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഈ നിലപാട്, രാഹുൽ ഗാന്ധിയുടെ നിലപാട് ആവർത്തിച്ച് അദ്ദേഹം പറയുന്നു. അതായത് മോദി സമുദായത്തെ ഒന്നടങ്കം അപമാനിക്കുന്ന തരത്തിലല്ല തൻ്റെ പരാമർശമുണ്ടായത്. അന്ന് കോലാറിൽ നടത്തിയ പ്രസംഗം അത് നരേന്ദ്രമോദിയുടെ വ്യാഖ്യാനിച്ച് നടത്തിയ ഒരു പ്രസംഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ മാപ്പ് പറയണമെന്ന ആവശ്യം തള്ളിക്കളയുകയും ചെയ്തു. കൂടാതെ തന്നെ ഈ ഒരു സംഭവത്തിൽ, അതായത് ഇത് ചില രാഷ്ട്രീയ പ്രേരിത മാത്രമായിട്ടുള്ള കേസ് മാത്രമാണിത്. ഒപ്പം തന്നെ പൂർണേഷ് മോദി, ഈ പരാതിക്കാരനായിട്ടുള്ള പൂർണേഷ് മോദിയുടെ യഥാർത്ഥ പേര് നേരത്തെ പൂർണേഷ് എന്ന് മാത്രമായിരുന്നു. മോദി എന്നുള്ള സർനെയിം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കൂടാതെ തന്നെ ഈ കേസിൽ
പ്രധാനമായും പരിഗണിക്കുമ്പോൾ ഈ 8 പരമാവധി ശിക്ഷ എങ്ങനെ നൽകാനാകുമെന്നുള്ള ചോദ്യം ഏതായാലും അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. അതായത് ഒരാളെ നിശബ്ദനാക്കാൻ വേണ്ടി മാത്രം 8 വർഷത്തോളം നിശബ്ദനാക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു കേസാണിത്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ നൽകാൻ സാധിക്കില്ല. കൂടാതെ തന്നെ ബലാത്സംഗ കേസോ അല്ലെങ്കിൽ കൊലക്കേസോ അല്ല ഈ തരത്തിൽ പരമാവധി ശിക്ഷ നൽകാനുള്ളത്. ഇത് ഇത്തരത്തിലുള്ളൊരു പരാമർശം മാത്രമാണ് എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഒപ്പം തന്നെ ജസ്റ്റിസ് RS ഗവായി ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതായത് എങ്ങനെ ഈ ഒരു സ്റ്റേ നൽകണമെങ്കിൽ ചില അസാധാരണ സാഹചര്യം ഉണ്ടാകണം, ഒപ്പം തന്നെ കൃത്യമായ വാദങ്ങൾ നിരത്തണം. ഈ വാദങ്ങൾ കൊണ്ട് മാത്രം സ്റ്റേ നൽകാനാവില്ല എന്ന് RS ഗവായി ചൂണ്ടിക്കാണിച്ചു. കൂടാതെ തന്നെ ഈ ഒരു വിഷയം രാഷ്ട്രീയ പ്രേരിതമായി കണക്കാക്കരുത് എന്നുള്ള കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. കൂടാതെ തന്നെ സാക്ഷികളടക്കം ഈ വിഷയത്തിൽ മോദി സമുദായത്തെ ഒന്നടങ്കം അവമാനിക്കുന്ന തരത്തിലല്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് ജസ്റ്റിസ് ഗവായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇരു വിഭാഗങ്ങൾക്കും 15 മിനിറ്റ് വീതമാണ് വാദത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിധി ഉണ്ടാകും. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു പക്ഷേ തിരിച്ചടിയാവുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് ഇനി 8 വർഷത്തേക്ക് മത്സരിക്കാൻ സാധിക്കില്ല. അതായത് അയോഗ്യത തുടരുകയും ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അല്ലെങ്കിൽ മറിച്ചാണ് സംഭവിക്കുകയെങ്കിൽ അദ്ദേഹത്തിൻ്റെ അയോഗ്യത നീങ്ങും. ഈ ഒരു സ്റ്റേ ഗുജറാത്ത് കോടതിയുടെ വിധിക്ക് സ്റ്റേ നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് വരും ദിവസങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന വർഷകാല പാർലമെന്റ് സമ്മേളനത്തിലടക്കം പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതല്ല എങ്കിൽ വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടക്കം നടക്കാനുള്ള സാധ്യത കൂടിയാണ് ഈ ഒരു ഘട്ടത്തിലുള്ളത്. ധന്യ. നന്ദി. മലമ്പുഴ ഉദ്യാനത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ബോച്ചയുമായി സഹകരിച്ച് നിർമ്മിച്ച ബോച്ചെ പാർക്ക് ഫോർ ഏബിൾഡ് ഏഞ്ചൽസ് നാടിന് സമർപ്പിച്ചു. പാർക്കിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ബോച്ചയുടെ സാന്നിധ്യത്തിൽ നിർവഹിച്ചു. കേരള സർക്കാരിന്റെ ഭിന്നശേഷി സൗഹൃദ പദ്ധതിയുടെ ഭാഗമായി കേരള ജലവിഭവ വകുപ്പിന്റെ നേതൃത്വത്തിൽ രൂപകൽപ്പന ചെയ്ത പാർക്കാണ് ബോച്ചയെ നിർമ്മിച്ചു നൽകിയത്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാണ് ബോച്ചെ പാർക്ക് ഫോർ ഏബിൾഡ് ഏഞ്ചൽസ്. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണ്ണഗ്രാമിന് 5485 രൂപ, പവന് 43,880 രൂപ, വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോ 78,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,364 രൂപ, ഔൺസിന് 1,04,632 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുന്നു. നമസ്കാരം.